ചിലപ്പോൾ തോന്നും പലതും സ്വപ്നമാണെന്ന്. എന്നാൽ നാം അറിയാത്ത, നാം നമ്മിൽ തന്നെ തിരയുന്ന നമ്മുടെ ചരിത്രമാണ് നമ്മുടെ ഓർമ്മകൾ. ആ ഓർമ്മകളെ ഓർത്തെടുക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ പുതിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തിരഞ്ഞ് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. നമ്മളുടെ വരും തലമുറയെ വാർത്തെടുക്കുന്ന ആർക്കും പുതിയതായി കണ്ടുപിടിക്കാൻ സാധിക്കാത്ത ഓർമ്മകളിൽ നിന്ന് അടിസ്ഥാനപ്പെടുത്തിയെടുക്കുന്നതാണ് നമ്മുടെ ചരിത്രത്തിൻ്റെ സ്മൃതികൾ. ആ സ്മൃതികളെ തിരിച്ചറിയാൻ ശ്രമിക്കുന്നവർ ഒരിക്കലും ജീവിതത്തിൽ പരാജയപ്പെടുകയില്ല. ആ സ്മൃതികളുടെ അടിസ്ഥാനത്തിൽ നാം കണ്ടെത്തുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഒരു ഉത്തരവും സ്പഷ്ടമായ രീതിയിൽ നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുകയില്ലെങ്കിലും അത് നമ്മൾക്ക് പൂർവികർ തന്ന സമ്മാനങ്ങൾ തന്നെയാണ്. അതിനെ നിങ്ങൾ ഓർക്കുക. ആ വാക്കുകളുടെ ശക്തിയും ആ വാക്കുകളുടെ അർത്ഥവും നിങ്ങൾക്ക് മനസ്സിലാകുന്ന സമയം തീർച്ചയായും ഉണ്ടാകുന്നതാണ്. ആ സമയത്ത് മാത്രം നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം ലഭിക്കുന്നതുമാണ്. എന്നാലും നിങ്ങൾക്ക് ജീവിതത്തിൽ പഠിച്ച കാര്യങ്ങളോ നിങ്ങൾ ജീവിതത്തിൽ പഠിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളോ നിങ്ങളുടെ ജീവിതത്തിലെ മാർഗദർശനമാകുവാൻ ഒരിക്കലും സാധിക്കില്ല. നിങ്ങളുടെ കഴിവും നിങ്ങളുടെ കഴിവുകേടുകളും നിങ്ങൾക്ക് മനസ്സിലാകുന്നത് നിങ്ങളുടെ ബുദ്ധിശക്തിയെയും നിങ്ങളുടെ ഉണർവും നിങ്ങളുടെ പ്രതീക്ഷയും നിങ്ങൾക്ക് ലക്ഷ്യബോധത്തിൽ എത്താനുള്ള വഴി തെളിക്കുന്നത് നിങ്ങൾ തന്നെ കണ്ടെത്തുന്ന വഴിയിലൂടെ നിങ്ങൾ പോകുമ്പോഴാണ്. ആ വഴി നിങ്ങൾക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത് പൂർവികരുടെ ചരിത്രത്തെ നിങ്ങൾ ഓർക്കുമ്പോഴാണ്. ആ ചരിത്രകാരന്മാരുടെ സ്മൃതികൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ജീവിതത്തിൽ ജീവിത വിജയം പ്രാപ്തമാക്കാൻ സാധിക്കുന്നതാണ്. സംഘർഷത്തോട് പൊരുതി ജയിക്കുന്നവൻ ജീവിതത്തിൽ ഒരിക്കലും തളരുകയില്ല. അവൻ്റെ ശക്തി അവൻ്റെ സംഘർഷങ്ങളോട് പൊരുതാനുള്ള ക്ഷമതയാണ്. ആ ക്ഷമതയെ വാർത്തെടുക്കുവാൻ നാം നേടേണ്ടത് നമ്മുടെ സംസ്കാരമാണ്. ആ സംസ്കാരത്തിൻ്റെ അടിസ്ഥാന ഗുണം നമ്മളുടെ മനസ്സിൻ്റെ പരിശ്രമത്തിൻ്റെ ശക്തിയാണ്. ആ പരിശ്രമിക്കാനുള്ള ക്ഷമത നമ്മളിലുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ജീവിതത്തിൽ ഏത് കാര്യത്തെയും അഭിമുഖീകരിക്കാനും ആ കാര്യത്തെ ജയിക്കുവാനും സാധിക്കുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ സംസ്കാരത്തെയും പൂർവികർ സമ്മാനിച്ച അറിവുകളുടെ ഗുണങ്ങളെയും ആ ചരിത്രത്തെയും നിങ്ങൾ ഓർക്കുക. ആ ചരിത്രവും ആ സ്മൃതികളും നിങ്ങളെ ഒരിക്കലും വിട്ടു പോവുകയില്ല. അതുതന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾക്ക് വഴിത്തിരിവാകുന്ന ഏക സ്വത്തായി മാറുന്ന ധനമെന്ന് പറയുന്നത്. ആ ധനത്തെ ആർജിക്കുവാൻ നിങ്ങൾ പരിശ്രമിക്കുക. ആ ധനത്തിന് സമ്പാദിക്കുവാൻ നിങ്ങൾ അഹോരാത്രം പരിശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വെളിച്ചം ലഭിക്കുന്നതാണ്. സമുദ്രത്തിൻ്റെ ആഴവും സമുദ്രത്തിൻ്റെ തിരമാലകളുടെ എണ്ണവും ആർക്കും പറയുവാൻ സാധിക്കുകയില്ല. എന്നാൽ സമുദ്രത്തിൻ്റെ ആഴത്തിൽ നിങ്ങൾക്ക് നീന്തി നടക്കുവാനും ആ സമുദ്രത്തിൻ്റെ തിരമാലകളെ പൊരുതി ജയിക്കുവാനും നിങ്ങൾക്ക് സാധിച്ചെന്ന് വരും. അതിന് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ സ്വന്തം ആത്മാവിനോടുള്ള വിശ്വാസമാണ്. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെയുള്ള സ്പഷ്ടമായ ശക്തിയിലുള്ള വിശ്വാസവും നിങ്ങളുടെ മനസ്സിലെ കരുത്തും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മുമ്പോട്ട് പോകുവാൻ സാധിക്കുന്നതാണ്. ആ കഴിവുകളെ നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് നിങ്ങളുടെ ചരിത്രമാണ്. ആ ചരിത്രത്തെ ഉണർത്തണമെങ്കിൽ നിങ്ങൾ പൂർവികരുടെ സ്മൃതികളെ ഒരിക്കലും മറന്നു പോകരുത്. മണ്ണ് അലിഞ്ഞു തീർന്ന ആ ബന്ധങ്ങളെയും ആ സ്മൃതികളെയും നിങ്ങൾ ഓർത്തെടുക്കുക. നിങ്ങൾക്ക് നഷ്ടമായ ആ വാക്കുകളും ആ കരുത്തറ്റ ഓർമ്മകളും നിങ്ങൾ ഓർത്തു നോക്കുക. അപ്പോൾ ജീവിതത്തിൽ നിങ്ങൾക്ക് പടി തട്ടി വീഴാതെ, പടിയിൽ കയറിപ്പോകുമ്പോൾ പടിയിൽ അടി പതറാതെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാം. ആ ശ്രമമാണ് നിങ്ങളെ വിജയത്തിലെത്തിക്കുവാൻ ഏറ്റവും നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ട ഊർജം. ആ ഊർജത്തെ വാർത്തെടുക്കുക. ആ ഊർജമാണ് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾക്ക് കരുത്തും ശക്തിയും തരുന്നത്. ആ ശക്തിയെ മാത്രം നിങ്ങൾ ഉള്ളിൽ കരുത്താക്കി മാറ്റാൻ ശ്രമിക്കുക. അപ്പോൾ ആ കരുത്തും കരുതലും നിങ്ങൾക്ക് ശക്തിയും ക്ഷമതയും നൽകുന്നതാണ്. ആ ക്ഷമതയും ശക്തിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മവിശ്വാസത്തിൻ്റെ ഊർജത്തെ തിരിച്ചറിയുവാനും ആ അവകാശത്തെ നിങ്ങളുടെ സ്വന്തം ലക്ഷ്യബോധത്തെ ഉണർത്തുന്നതിന് കാരണമായി തീരുന്നതും. അതിനാൽ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ എന്താണ്
സംഭവിക്കുന്നത്, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഉള്ളിൽ തിരയുന്നത് എന്നുള്ളത് കണ്ടെത്തുവാൻ ശ്രമിക്കുക. ആ കണ്ടെത്തലുകളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ മറ്റ് സമൂഹത്തിന് മുൻപിലും നിങ്ങളുടെ ഈ ചുറ്റുപാടിന് ഉള്ളിലും നിങ്ങൾക്ക് എത്ര മഹത്വമുണ്ടെന്നും നിങ്ങൾക്ക് എത്ര പ്രശസ്തി നിങ്ങളുടെ ഉള്ളിൽ ആർജിക്കുവാൻ കഴിയുമെന്നതിനുള്ളിലും നിങ്ങൾക്ക് തന്നെ ഒരു വിശ്വാസം വരുത്തുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള അടിസ്ഥാന തത്വങ്ങളെ മനസ്സിൽ കുറിച്ചുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് വിജയിക്കുവാനും നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തുവാനും സാധിക്കുന്നതാണ്. ഒരിക്കലും പതറാത്ത മനസ്സ് നേടണമെങ്കിൽ നിങ്ങൾക്ക് ലക്ഷ്യബോധമുണ്ടാകണം. ആ ലക്ഷ്യത്തിലെത്തുവാനുള്ള പ്രാപ്തി, ആത്മധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാവുന്നതാണ്. വിജയം എന്നത് പരാജയത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു മുന്നേറ്റമാണ്. നിങ്ങൾക്ക് തോൽവിയുടെ അതിഭയാനകമായ തോന്നൽ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ ശക്തമായ വിജയത്തിലെത്തുവാനുള്ള ശക്തിയും ഊർജവും ആർജിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒരിക്കൽ തോറ്റവന് മാത്രമേ ജീവിതത്തിൽ പരാജയങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് മുമ്പോട്ട് ശക്തമായ വിജയങ്ങളിലെത്തുവാനും ആ വിജയങ്ങളിലൂടെ പരാജയത്തിൻ്റെ ഓർമ്മകളെയും സ്മൃതികളെയും മറന്നുകൊണ്ട് മറ്റു മനസ്സുകളിൽ നിങ്ങളുടെ ശക്തിയും കഴിവിനെയും തെളിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് ശ്രേഷ്ഠനായിക്കൊണ്ട് മുമ്പോട്ട് പോകുവാനും നിങ്ങളുടെ ശ്രേഷ്ഠത എന്ന ലക്ഷ്യബോധം മറ്റുള്ളവരുടെ മനസ്സിൽ ഉണർത്തിക്കൊണ്ട് നിങ്ങൾക്ക് അത് തെളിയിക്കുവാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ആർജിക്കുവാൻ ശ്രമിക്കുക. ആ കരുത്തിനെ ഉണർത്തുക. നിങ്ങളുടെ ബോധമാണ് നിങ്ങളുടെ കഴിവ്. ആ ബോധം നിങ്ങളുടെ അമൂല്യമായ സമ്പത്താണ്. ആ അമൂല്യമായ സമ്പത്തിൻ്റെ തീവ്രമായ മൂല്യത്തെ നിങ്ങൾ അറിയുവാൻ നോക്കുക. നിങ്ങളുടെ അറിവാണ് നിങ്ങളുടെ പൂർണ്ണമായ ഗുണം. ആ അറിവിനെ ഗ്രഹിക്കുവാൻ വേണ്ട നിങ്ങൾക്ക് ചരിത്രത്തിൽ നിന്ന് കിട്ടുന്ന സ്മൃതികളുടെ ഓർമ്മകളാണ്. ആ ഓർമ്മകളും തത്വങ്ങളും മറക്കാതെ മനസ്സിൽ സൂക്ഷിക്കുക. അത് ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്ന വ്യക്തിക്ക് ജീവിതത്തിൽ ആരുടെ മുമ്പിലും ഒരിക്കലും പരാജയത്തെ നേരിടേണ്ടി വരികയില്ല. അവന് ജീവിത വിജയം സുനിശ്ചിതമാണ്. ജീവിതത്തിൽ മുൻപോട്ട് പോകാനും ശക്തമായി നിന്ന് പൊരുതാനും കരുത്ത് പ്രകടിപ്പിക്കേണ്ട സാഹചര്യങ്ങളിൽ അവൻ്റെ കരുത്തും ക്ഷമതയും കാണിക്കുവാനുള്ള മൂല്യവും ശക്തിയും അവകാശവും അവനവനിൽ തന്നെ വളർത്തിയെടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ പ്രാപ്തനാണെന്ന് പൂർണ്ണ ബോധ്യത്തോടെ നിങ്ങൾക്ക് സമൂഹത്തിന് മുമ്പിൽ അടിയുറച്ച് നിലനിൽക്കുവാൻ സാധിക്കുന്നതാണ്. ആ അടിത്തട്ടുകളെ മാന്തി പറിച്ചുകൊണ്ട് ഒരു കുരങ്ങനോ ഒരു കുറുക്കനോ നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ നിങ്ങളുടെ കരുത്തിനെ ആർജിക്കുക. ആരും പറയുന്നത് നിങ്ങൾ ജീവിതത്തിൽ എടുക്കരുതും. നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കേണ്ടത് നിങ്ങൾക്ക് നന്മ പകരുന്ന നല്ല കാര്യങ്ങൾ മാത്രമാണ്. അതുമാത്രം നിങ്ങളുടെ ജീവിതത്തിൽ വഴികാട്ടിയാക്കി മാറ്റുവാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള ശ്രമങ്ങളാണ് നിങ്ങളെ ജീവിതത്തിൽ ലക്ഷ്യബോധമുള്ളവനാക്കി മാറ്റുന്നത്. അതാണ് നിങ്ങൾക്ക് ആത്മാവിൽ നിന്ന് രൂപപ്പെടുന്ന യഥാർത്ഥ കരുത്തിൻ്റെ ശക്തി നിങ്ങളിൽ ഉണർത്തുവാൻ ശേഷിയുള്ള ലക്ഷ്യബോധമായി മാറുന്നത്. ആ കരുത്ത് ആർജിക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ എല്ലാ ഭയത്തെയും എല്ലാ ചിന്തകളെയും അഭിമുഖീകരിക്കാൻ സാധിക്കുന്നതാണ്. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് മുമ്പോട്ട് കുതിച്ചുയരുവാനും നിങ്ങൾക്ക് സംഘർഷത്തെ തളർത്തിക്കൊണ്ട് നിങ്ങളുടെ പരിസ്ഥിതിയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിലെ എല്ലാ ക്ഷമതയെയും തോൽപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ പതറാതെ അടിയുറച്ച് നിൽക്കാനും സാധിക്കുന്നതാണ്. നിങ്ങളുടെ കരുത്തിനെ നിങ്ങൾ ആർജിക്കുക. നിങ്ങളുടെ ഊർജത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഉണർത്തിയെടുക്കുക. ആ ഊർജമാണ് നിങ്ങൾക്ക് സ്ഥിരത നൽകുന്നത്. ആ ഊർജത്തെ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഊർജത്തിൻ്റെ കേന്ദ്ര ബിന്ദു നിങ്ങളുടെ ലക്ഷ്യമായിരിക്കണം. ആ ലക്ഷ്യബോധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വപ്നം സഫലമാക്കുവാനും ആ സ്വപ്നത്തിനെ പൊരുതി നിന്നുകൊണ്ട് ജയിക്കുവാനും സാധിക്കും. എന്നാൽ ആ സ്വപ്നത്തിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചാൽ ജീവിതത്തിൽ നിങ്ങൾ പരാജയപ്പെടുന്നതാണ്. പരാജയപ്പെട്ടു പോയെങ്കിലും നിങ്ങൾ പതറാതെ നിന്നാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം സുനിശ്ചിതമായി നേടിയെടുക്കുവാനും സാധിക്കുന്നതാണ്. ആ വിജയത്തിലേക്ക് എത്തുവാൻ ശ്രമിക്കുക. പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ജീവിതത്തിൽ മുന്നേറാനുള്ള ശ്രമമാണ് നിങ്ങളെ ഏറ്റവും വലിയ വിജയങ്ങളിലെത്തിക്കുന്നത്. ആ വിജയത്തിൽ നിന്ന് നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ പിന്നെ ജീവിതത്തിൽ ആർക്കും ഒരിക്കലും സാധിക്കുകയുമില്ല. ആ വിജയത്തെ കരസ്ഥമാക്കുവാനുള്ള യോഗ്യത നിങ്ങളുടെ ആത്മാവിലെ നന്മ മാത്രമാണ്. ആ നന്മയെ വളർത്തുക.
ആ നന്മയാണ് നിങ്ങളുടെ ശക്തി. അതുതന്നെയാണ് നിങ്ങളുടെ യഥാർത്ഥ കരുത്ത്. ആ കരുത്തിനെ തിരിച്ചറിയുക, മുമ്പോട്ട് പോവുക, ഒരിക്കലും തളരാതെ മുമ്പോട്ട് പോവുക. പോകുന്ന വഴികൾ ഒരിക്കലും മറക്കാതിരിക്കുക. ചരിത്രത്തെ തൂത്തുമാച്ച് കൊണ്ട് മുമ്പോട്ട് പോകുവാൻ ശ്രമിക്കുന്ന വ്യക്തികളുടെ ചരിത്രം തന്നെ ഇല്ലാതെയാകുന്നതാണ്. അതിനാൽ പുരാതന തത്വങ്ങളെയും പുരാതന ചിന്തകളെയും ഒരിക്കലും മറക്കാതിരിക്കുക. പഴമയോടുള്ള സ്നേഹം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവർക്ക് പുതുമയെ അവരുടെ ചരിത്രമാക്കി മാറ്റുവാനും സാധിക്കുന്നതാണ്. ആ ചരിത്ര ബോധം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പരാജയമെന്ന ഭയത്തെ ഒരിക്കലും നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടി വരികയില്ല. അതുകൊണ്ട് നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക, നിങ്ങളുടെ ആത്മാവിൻ്റെ ബോധത്തിൽ വിശ്വസിക്കുക, നിങ്ങളുടെ സ്വന്തം ക്ഷമതയിലും കരുത്തിലും നിങ്ങളുടെ അടിപതറാത്ത ചിന്തകളിലും വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. അതുമാത്രമാണ് യഥാർത്ഥ ശക്തി, യഥാർത്ഥ കരുത്തും. അതിലേക്ക് പോകുവാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ കൂട്ടുകാരെ, നിർത്തുകയാണ്.